മോള് ആദ്യമേ തന്നെ നല്ല പ്രാർത്ഥനയുള്ള മോളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും. അതെല്ലാം മാതാവ് ഇടപെട്ട് ഒരുപാട് അത്ഭുതം അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അവൾ അറിഞ്ഞു. +2 അതുപോലെ എല്ലാ ദിവസവും അവൾ ജപമാല ചൊല്ലും, കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ നടന്ന +2 ഫുൾ മാർക്ക് വാങ്ങിയാണ് അവൾ ജയിച്ചത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി. അടുത്ത് UGക്കും PGക്കും മദ്രാസ് ക്രിസ്റ്റി കോളേജിലായിരുന്നു. അപ്പോഴും അതുപോലെയാണ്. അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളി. ആ പള്ളിയിൽ നിത്യവും പോവും, പ്രാർത്ഥിക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനകളിൽ പങ്കെടുക്കും, ജപമാല ചൊല്ലും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ വചനങ്ങൾ എഴുതി വെച്ചാണ്. +2നും അതുപോലെയാണ്. വചനങ്ങൾ എഴുതി വെച്ചിട്ട് അവൾ ആഗ്രഹം അതിലെഴുതി വെച്ചിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ വചനങ്ങൾ എഴുതുകയും ചെയ്യും, അതിൻ്റെ നടുവിൽ അവൾ ആഗ്രഹവും കാണാം. അത് ദൈവം നടത്തി കൊടുക്കുകയും ചെയ്യും. ദൈവം ആണ് ഒന്നാമത്. ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യവും നടക്കുകയുള്ളൂ. നമ്മളെ അധ്വാനം മാത്രം പോരാ, ദൈവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും പ്രധാനം. മാതാവ് കൂടുതൽ അവളെ അനുഗ്രഹിച്ചു. അതിൽ വളരെയധികം സന്തോഷം. എന്നാലും മാതാവ് ശരിക്കും അവളെ അനുഗ്രഹിച്ചു. ഇന്നലെ 2:30 റിസൾട്ട് വന്നു. അപ്പോൾ മുകളിലൊരു ശബ്ദം കേട്ടു. ഈ റാങ്കിൻ്റെ കാര്യം 57 എന്തേ പറയാൻ പോലെ കേട്ടു. ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ ഈ കുമാരി മുകളിൽ എന്തൊരു സൗണ്ട് കേൾക്കണം. നമ്മൾ രണ്ടുപേരും ഓടി ഇനി വന്നു. അത് പൊതുവേ റിസൾട്ട് ഇങ്ങനെയാണ്, ഒരു റിസൾട്ടാവും. അപ്പം നമ്മൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തി വെളിയിറങ്ങി. നമ്മൾ വീട്ടിനകത്ത് ഇവിടെ അകത്ത് കയറ് എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തി സമാധാനപ്പെട്ടു. പിന്നെ ഒരു 5 മിനിറ്റ് ആയപ്പം കൂളിംഗ് ആയി. അപ്പം നമുക്ക് ഇതറിഞ്ഞപ്പം വളരെ സന്തോഷമുണ്ടായി. അത് ദൈവം കൊടുത്ത റിസൾട്ടാണ്. മാതാവ് കൊടുത്ത റിസൾട്ടാണ്. അങ്ങ് പോയത് മാതാവ് ഇല്ല, മാതാവ് കൊടുത്ത റിസൾട്ടാണ്. യേശുവപ്പം കൊടുത്തത്. അതിൽ നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദിയോട് നന്ദിയാണ്.